നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുമ്പോഴും കറണ്ട് അഫയേഴ്സ് സിലബസിന്റെ ഒരു പാർട്ടാണ്. അപ്പൊ ഈ ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുമ്പോഴേക്കും നിങ്ങളുടെ മാർക്ക് കിട്ടാൻ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു ഘടകമാണ്. അപ്പൊ നിങ്ങൾ ഡെയിലി പത്രവായനയിലൂടെ നിങ്ങൾക്ക് ഈ കറണ്ട് അഫയേഴ്സ് ലഭിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എല്ലാവർക്കും ഇതിന് ഇത്രയും സമയം ചെലവഴിക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല. അപ്പൊ എന്നാൽ കഴിയുന്നത് പോലെ കുറേശ്ശെ കറണ്ട് അഫയേഴ്സ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങളിത് കേട്ടതിന് ശേഷം നിങ്ങളൊരു ഡയറിയിൽ ഇത് എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ എക്സാം ഡേറ്റ് ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതൊന്നെടുത്ത് റിവൈസ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇതിന്റെ എൻഡിൽ ഓരോ ദിവസവും കവർ ചെയ്യുന്ന ടോപ്പിക്കിനെ കുറിച്ച് ചെറിയൊരു ക്വിസും ഇടാം. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രയാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്കൊരു സെൽഫ് ഇവാലുവേഷൻ നടത്താൻ സാധിക്കും. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുകയാണെങ്കിൽ എനിക്കും അത് പ്രയോജനമാവും. എന്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്ന കാര്യം നിങ്ങളിലേക്ക് എന്തോരം എനിക്ക് കൺവേ ചെയ്യാൻ പറ്റിയെന്ന്, നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ സാധിച്ചെന്നും എനിക്ക് മനസ്സിലാവും. അപ്പൊ എൻ്റെ തെറ്റുണ്ടെങ്കിൽ അത് ഞാൻ തിരുത്തിക്കൊണ്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അധികം സമയം നിങ്ങളുണ്ട്. നമുക്ക് ആദ്യം കഴിഞ്ഞ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലെല്ലാം നടന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. അടുത്ത വീഡിയോയിൽ ഇതിനേക്കാളും കൂടുതലും ഞാൻ ചെയ്യാം. ഇന്ന് ഒരു തുടക്കം എന്ന നിലയിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. വിൻബാക്സ് 2024 ഇതെന്താന്ന് നിങ്ങൾക്കറിയോ? വിൻബാക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെയും വിയറ്റ്നാമിന്റെയും ഒരു ജോയിന്റ് മിലിറ്ററി ഓപ്പറേഷൻ ആണ്. 2024 ഇതിന്റെ 5th എഡിഷൻ ഗുജറാത്തിലെ അംബാലയില് നവംബർ 4 സ്റ്റാർട്ട് ചെയ്തു. നവംബർ 4 തുടങ്ങി 23 വരെയാണ് ഈ എക്സസൈസിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇത് ഗുജറാത്തിലെ അംബാല കൂടാതെ ചാന്ദി മന്ദിർ എന്ന ഒരു സ്ഥലത്തും കൂടി ഈ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഈ ചാന്ദി മന്ദിർ എന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഇന്ത്യൻ ആർമിയുടെ വെസ്റ്റേൺ കമാൻഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ എഡിഷൻ നടന്നത് 2018 അന്ന് ഇത് മധ്യപ്രദേശിലെ ജബൽപൂരിലാണ് നടന്നത്, അതായത് 2018. അതിനുശേഷം ഇത് ഓരോ വർഷം ഇടവിട്ട് ഇന്ത്യയിലും അതുപോലെ തന്നെ വിയറ്റ്നാമിലും മാറി ഇത് സംഘടിപ്പിക്കുക. കഴിഞ്ഞ വർഷം അതായത് 2023 ഇത് വിയറ്റ്നാമിൽ വെച്ചാണ് നടന്നത്. ഡിസംബർ 10 മുതൽ 21 വരെയായിരുന്നു ഇത് 2023 നടന്നത്. അടുത്ത നമുക്ക് നമ്മുടെ കേരളത്തിലെ സ്റ്റേറ്റ് ഗവൺമെന്റ് നൽകുന്ന ഏറ്റവും വലിയ ലിറ്റററി അവാർഡായ എഴുത്തച്ഛൻ അവാർഡ് ഈ വർഷം ആർക്കാണ് കിട്ടിയതെന്ന് നോക്കാം. NS മാധവനാണ് 2024 എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചത്. ഈ അവാർഡ് അദ്ദേഹത്തിന്റെ ലിറ്ററേച്ചറിലുള്ള ഓവറോൾ കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ് നൽകുന്നത്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. ഇനി 2023 ഈ അവാർഡ് കിട്ടിയത് SK വസന്തനാണ്. അടുത്തത് നമ്മൾ ഈയിടെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണല്ലോ US പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. അപ്പോൾ US പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ 47ാമത്തെ പ്രസിഡന്റ് ആയിട്ടാണ് ഡൊണാൾഡ് ട്രംപിനെ തെരഞ്ഞെടുത്തത്. അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടി അംഗമാണ്. അദ്ദേഹം പരാജയപ്പെടുത്തിയത് ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റായ കമല ഹാരിസിനെയാണ്. കമല ഹാരിസ് പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. 2025 ജനുവരിയിലാണ് അദ്ദേഹം ഓഫീസ് അസ്യൂം ചെയ്യുക. ഇത് 2ാമത്തെ തവണയാണ് ശ്രീ ഡൊണാൾഡ് ട്രംപിനെ അമേരിക്കൻ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കുന്നത്. ആദ്യം അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് 2017 അദ്ദേഹമാണ് ഇപ്പോൾ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ്. JD വാൻസിനെയാണ് വൈസ് പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഷിങ്കേരു ഇഷിബയാണ് പുതിയ ജാപ്പനീസ് പ്രൈം മിനിസ്റ്റർ. അദ്ദേഹത്തിന് കഴിഞ്ഞ ഇലക്ഷനിൽ ഒരു സെറ്റ് ബാക്ക് എല്ലാം നേരിട്ടെങ്കിലും അദ്ദേഹത്തെ തന്നെ വീണ്ടും ജാപ്പനീസ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് തെരഞ്ഞെടുത്തു. ഇതിന് മുന്നത്തെ ജാപ്പനീസ് പ്രൈം മിനിസ്റ്റർ ഫ്യൂമിയോ കിഷിദ ആയിരുന്നു. അദ്ദേഹം പരാജയപ്പെടുത്തിയത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവായിരുന്ന യോഷിഹിക്കോ നോഡയെ ആണ്. ഇഷിബ ഡെമോക്രാറ്റിക് ലിബറൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. ഇന്ത്യയുടെ 51ാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ചുമതലയേറ്റു. ഇക്കഴിഞ്ഞ നവംബർ 11 അദ്ദേഹം രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമുവിൽ നിന്ന് ചാർജ് ഏറ്റെടുത്തു. സ്ഥാനമൊഴിഞ്ഞ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന് പകരമായിട്ടാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ചുമതലയേറ്റത്. തയ്യാബ് ഇക്രം ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ പുതിയ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം പാകിസ്ഥാൻകാരനാണ്. അദ്ദേഹത്തിന് 2nd കോൺസിക്യൂട്ടീവ് ടൈമാണ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കുന്നത്. അദ്ദേഹം ബെൽജിയത്തിലെ മാർക്ക് കോഡ്രോണിയാണ് ഇലക്ഷനിൽ തോൽപ്പിച്ചത്. യോഗ ഗുരു ശരത് ജയ്സ് അദ്ദേഹം
2024 നവംബർ 11 അന്തരിച്ചു. അദ്ദേഹം മൈസൂരിലും അതുപോലെ ലോകത്തിന്റെ പല ഭാഗത്തും അഗസ്ത്യ യോഗ പരിശീലകനായിരുന്നു. USA വെർജീനിയയിൽ വെച്ചിട്ടാണ് അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹത്തിന് 53 വയസ്സായിരുന്നു. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ ഭാഗമായിട്ട് 2024 ഒക്ടോബർ 29 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആയുഷ്മാൻ ഭാരത് വയാവന്ദന കാർഡ് എന്നൊരു കാർഡ് പുറത്തിറക്കി. അതായത് ഭാരതത്തിലെ 70 വയസ്സും അതിന് മുകളിലുമുള്ള എല്ലാവർക്കും അവരുടെ ഫാമിലി ഇൻകം നോക്കാതെ തന്നെ 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ചെലവ് ലഭിക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ കാർഡ് പുറത്തിറക്കി. നവംബർ 11 നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇത് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്ന മൗലാന അബുൽ കലാം ആസാദിന്റെ ബർത്ത് ആനിവേഴ്സറി കമ്മമറേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ നവംബർ 11 നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ശ്രീ ആസാദ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ട് 1947 മുതൽ 58 വരെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2008 മുതലാണ് നമ്മൾ ഈ നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചത്. കുറെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനൊരു ബുദ്ധിമുട്ടായിരിക്കും. വേറെ കുറച്ച് കറണ്ട് അഫയേഴ്സ് ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഇനി ഞാൻ ഇതിന്റെ താഴത്ത് കുറച്ച് ക്വിസ് ഇട്ടേക്കാം. നിങ്ങളത് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ആൻസർ ഇട്ടിട്ട് സത്യസന്ധമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക, അതിന്റെ മാർക്ക് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ഫ്രം ടീം അമേസിംഗ് അക്കാഡമിക്സ്.